ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം. തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ദേവയാനി ഉണ്ടല്ലോ, അച്ചപ്പം ചുട്ടോണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ അച്ചപ്പം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് നിന്നപ്പോഴത്തേക്കും വസന്തര വന്നിട്ട് ചോദിക്കുക, കുറെ നേരം ആയല്ലോ നീ അടുക്കള കയറിയിട്ട്. അത് പിന്നെ 5ാം മാസത്തിലെ ചടങ്ങില് അവളുടെ വീട്ടിൽ നിന്നേ ആൾക്കാരെല്ലാം ഇങ്ങോട്ടേക്ക് വരുമല്ലോ. അപ്പൊ പിന്നെ നമ്മൾ ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണ്ടേ? അതിന് നീ ഒറ്റയ്ക്ക് കിടന്ന് എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അതൊന്നും കുഴപ്പമില്ലമ്മ, ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെട്ടെന്ന് ഓർത്ത് എന്താ കുഴപ്പമിരിക്കുന്നത്? ഇനി എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ, പേടിക്കാനില്ലെന്ന് പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല, എനിക്കിപ്പോ പറയത്തക്ക അസുഖമൊന്നുമില്ല. പഴയതിനേക്കാളും നല്ല ആരോഗ്യത്തോടു കൂടി തന്നെ ഞാനിവിടെ നിൽക്കുന്നത്. അല്ല, അതൊക്കെ ആയിക്കോട്ടെ, ഇവിടെ വേറെയും പെണ്ണുങ്ങളുണ്ടല്ലോ. അല്ല, അവരെ എന്താ അടുക്കളയിൽ കയറ്റാത്തത്? അടുക്കളയിൽ കയറണം എന്നുള്ളവർ കയറില്ലേ, കയറ്റേണ്ട കാര്യമില്ലല്ലോ. ആരെയും നിർബന്ധിച്ച് കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നീ ഇങ്ങനെയൊന്നും പറയാത്തവളാണല്ലോ. അല്ല, ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുമ്പം മറ്റുള്ളവര് സഹായത്തിന് വന്നില്ലേ അതിനെ വിമർശിക്കുമായിരുന്നല്ലോ നീ. പിന്നെ നിനക്കിത് എന്താ പറ്റിയ മോളെ? ഇത് വല്ലാത്തൊരു മാറ്റമാണ് കേട്ടോ. അത് പിന്നെ ഒരു രോഗം എന്റെ സ്വഭാവം മുഴുവൻ മാറ്റിമറിച്ചില്ലേ അമ്മേ എന്ന് കരുതി ഇത്രയും മാറ്റത്തിന്റെ കാര്യമൊന്നുമില്ല. തനിയെ കിടന്ന് അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടണ്ട. നന്നായി പരദൂഷണം പറയുന്ന ഒരാളാണ് ജലജയും ഇപ്പം ജാനകിയും. നേരത്തെ ജാനകിക്ക് ആ പരദൂഷണം പറച്ചിലില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ നന്നായിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ നീ വെച്ച് വിളമ്പുന്നത് കഷ്ടമാ. നിന്നെ അസുഖത്തെ കുറിച്ച് അറിയാവുന്നവരെ ഉറപ്പായിട്ടും നിന്നെ സഹായിക്കാൻ അടുക്കള കയറേണ്ടതല്ലായിരുന്നോ? അവരൊക്കെ സഹായിക്കുന്നുണ്ടല്ലോ അമ്മേ. ഇത് നവ്യക്ക് വേണ്ടി ചെയ്യുന്നതല്ലേ. അതിൽ സഹകരിക്കാൻ അവർക്ക് ഒരു താല്പര്യമില്ല. പിന്നെ ഞാൻ നിർബന്ധിക്കാനും പോയില്ല. ജാനകിയുടെ കാര്യം പോട്ടെ, നവ്യ ആരാ? ജലജയുടെ സ്വന്തം മരുമകളല്ലേ. അങ്ങനെയുള്ളപ്പം അവളല്ലേ ഇവിടെ എല്ലാത്തിനും മുൻകൈ എടുത്ത് നിൽക്കേണ്ടത്. അത് പിന്നെ അവക്ക് ഇതൊന്നും ഉണ്ടാക്കാൻ അറിയില്ലല്ലോ അമ്മേ. അറിയാത്തതൊന്നും അല്ല, അവള് പലതും അറിയില്ലെന്ന് നടിച്ചു നടക്കുക. അപ്പൊ പിന്നെ മേലനങ്ങി ഒന്നും ചെയ്യണ്ടല്ലോ. ഇനിയിപ്പോ ഒന്നും അറിയില്ലെങ്കിൽ തന്നെ നിനക്കൊപ്പം വന്നു നിന്ന് എന്തെങ്കിലും ചെറിയ സഹായം വന്ന് ചെയ്തൂടെ? അതൊന്നും അവള് ചെയ്യൂലല്ലോ. അവള് ചെയ്യില്ല, എനിക്കറിയാം. അയ്യോ അമ്മ, എനിക്ക് അതിനൊന്നിനും പരാതിയില്ല. അമ്മ പ്രശ്നം ഉണ്ടാക്കാതെ. എന്റെ മരുമോള് ദേഷ്യം എല്ലാം മറന്ന് ഇവിടെ കൂട്ടിക്കൊണ്ട് വരാൻ മനസ്സ് ഞാൻ കാണിച്ചില്ലേ? എങ്കിൽ പിന്നെ ഉണ്ടല്ലോ, എനിക്ക് എന്തും സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ ഉള്ള കഴിവുണ്ട്. നീ നിന്റെ മരുമകളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് അത്രയ്ക്ക് വലിയ തെറ്റൊന്നുമല്ല. അങ്ങനെ നീ കാണരുത്. മറ്റാരെക്കാളും ഈ വീട്ടിൽ ജീവിക്കാന് നിന്റെ മരുമകൾക്ക് യോഗ്യതയുണ്ട്. അതാ നീ അറിയേണ്ടത്. എന്നാ പിന്നെ അതുപോലെയല്ല ജാനകിയുടെയും ജലജയുടെയും കാര്യങ്ങള്. അവരൊക്കെ അഹങ്കാരം അസ്ഥിക്ക് പിടിച്ച് നടക്കുക. അതുകൊണ്ട് അവരൊക്കെ വെറുതെ ഇരുന്നിട്ട് നീ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല മോളെ. ഇതിങ്ങനെ തുടർന്നു കഴിഞ്ഞാലേ അവൾമാര് നിന്നെ ഒരു ജോലിക്കാരിയായിട്ടേ കാണത്തുള്ളൂ. അത് പിന്നെ അങ്ങനെ കാണുവാണെങ്കിൽ അതിനുള്ള മറുപടി കൊടുക്കാൻ എനിക്കറിയാലോ. എന്ത് ചോദിച്ചാലും ഞാൻ തക്ക മറുപടി കൊടുത്തോളാം. ഇത് ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നത്. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഇതാരും എന്നെ പ്രേരിപ്പിച്ചില്ല. അല്ല, ഇതെല്ലാം നയനമോൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരമാണല്ലോ. അത് പിന്നെ ആർക്ക് ഇഷ്ടപ്പെട്ട പലഹാരമാണെന്ന് ഞാൻ നോക്കിയില്ല. എനിക്ക് തോന്നിയതൊക്കെ ഞാൻ ഉണ്ടാക്കി, അത്ര തന്നെ. ഇതൊക്കെ നയനയ്ക്ക് ഇഷ്ടപ്പെട്ട പലഹാരമായിരുന്നുവെങ്കിൽ ഞാൻ ഉണ്ടാക്കാൻ പോവില്ലായിരുന്നു. ഇത് കേട്ടത് മുത്തശ്ശി പറഞ്ഞു, അതെന്താ ദേവയാനി നീ അങ്ങനെ പറഞ്ഞത്? പിന്നെ അവളെ അങ്ങനെ സന്തോഷിപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ലല്ലോ. എന്തിനാ ഞാൻ അവളെ സന്തോഷിപ്പിക്കുന്നത്? എന്നിട്ട് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ. അവക്ക് ഇഷ്ടപ്പെട്ടതാ ഞാൻ എല്ലാം ഉണ്ടാക്കിയത്. ഏതായാലും പലഹാരം ഉണ്ടാക്കാൻ അവസരം വന്നപ്പം എന്റെ മരുമകളെ മുമ്പിൽ കണ്ട ഞാൻ എല്ലാം ഉണ്ടാക്കുന്നത്. അതങ്ങനെ പറഞ്ഞ് നിൽക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല എന്നിങ്ങനെ മനസ്സിൽ പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്കും മുത്തശ്ശി പറഞ്ഞു, അല്ല നിന്നെ ഏതായാലും ആരും സഹായിക്കുന്നില്ല, എന്നെ കൊണ്ടാവുന്നത് ഞാൻ ചെയ്ത് സഹായിക്കാം എന്നും പറഞ്ഞ് നമ്മുടെ മുത്തശ്ശിയും സഹായിക്കാൻ വേണ്ടി കൂടുകയാണ് കേട്ടോ നമ്മുടെ ദേവയാനിയുടെ കൂടെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാന്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ കനകദുർഗ ഓരോ പലഹാരങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഏതായാലും കനകദുർഗ പലഹാരം ഉണ്ടാക്കുന്നു, അതിനിടയിൽ നമ്മുടെ നന്ദു പലഹാരം എടുത്ത് ഇങ്ങനെ കഴിക്കുന്നു. അതിനിടയിൽ നമ്മുടെ നന്ദു ആണെങ്കിൽ ജോത്സ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. ഒരു വിവാഹ ജീവിതം മോളുടെ ജീവിതത്തിലുള്ളൂ. അയാള് തന്നെ ആയിരിക്കും മോളെ വിവാഹം കഴിക്കാൻ പോകുന്നത്. ആ കല്യാണം കഴിഞ്ഞ പയ്യനായിരിക്കും. ഏതായാലും ആ പയ്യന്റെ കല്യാണം കഴിഞ്ഞെങ്കിലും പക്ഷെ എങ്ങനെയെങ്കിലും മോളുടെ അടുത്ത് ആ പയ്യൻ വന്നിരിക്കും, മോളെ വിവാഹം കഴിച്ചിരിക്കും. പിന്നെ ഒരു SI സെലക്ഷൻ അതും മോക്ക് കിട്ടിയിരിക്കും എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അതൊക്കെ ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് ഇങ്ങനെ ആലോചിച്ചിട്ടാണ് ഈ അച്ചപ്പം ഒക്കെ എടുത്ത് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ പതിയെ ഇങ്ങനെ എടുക്കുന്നു. ഇത് ഓർത്തോർത്തോർത്തോർത്ത് വായിലേക്ക് വെക്കുന്നു. അപ്പൊ ഇത് കാണുമ്പോഴത്തേക്കും കനകദുർഗ എന്താ നന്ദു നിനക്ക് പറ്റിയത്, നീ എന്ത് കാണിക്കുവാ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. ഹേയ്, ഒന്നുമില്ലമ്മേ, ഞാന് വേറൊന്നും ചിന്തിക്കുന്നൊന്നുമില്ല. നാളെ പോണോ വേണ്ടോ എന്നൊക്കെയാണോ മോൾ ആലോചിക്കുന്നത്?
ആ അതൊക്കെയാ. ഞാൻ പറഞ്ഞില്ലേ നന്ദോട്ടാ, ആദർശ് മോന്റെ മുത്തശ്ശനും മുത്തശ്ശിയും അല്ലേ വിളിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ പോകാതിരിക്കുന്നത് ശരിയല്ല. മുടക്കം പറയാൻ പറ്റില്ല നമുക്ക്. അതുപോലെ തന്നെ ഇടയ്ക്ക് ആദർശ് മോനും വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഉറപ്പായിട്ട് നന്ദുവിനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് ചെല്ലാവൂന്നാ പറഞ്ഞേക്കുന്നത്. നവ്യ മോളും അങ്ങനെ തന്നെയാ പറഞ്ഞിരിക്കുന്നത്. ആ നിലയ്ക്ക് നമ്മള് ആരെയും നിരാശപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. മോൾ അങ്ങോട്ടേക്ക് പോണം, മോള് വരണം. പിന്നെ അനിയുടെ അമ്മായിയമ്മയോ ഒക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അനിയല്ല കേട്ടോ, നമ്മുടെ അനാമികയുടെ അമ്മായിയമ്മയോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോള് ഒന്ന് പറയാൻ പോണ്ട. ദേ അമ്മേ, ഞാനിനി ഒന്നും നോക്കത്തില്ല. എന്നെ കൊല്ലാൻ വരെയാ അവളുടെ അച്ഛൻ ആളെ വെച്ചത്. അങ്ങനെയുള്ളവരെ ഞാൻ എന്തിനാ ഇനി ഭയക്കണത്? എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലേ ഞാൻ ചുട്ട മറുപടി കൊടുക്കും. അല്ല, എന്നിട്ട് മോള് കുറെ നേരം വലിയ ആലോചനയിലായിരുന്നുവല്ലോ. അത് പിന്നെ ഞാൻ ആലോചിച്ചതേ, SI സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാല് പോണോ വേണ്ടയോന്നാ. അതെന്താ ആലോചിക്കാനെ, പോണം. അതെ, ജോത്സ്യര് പറയുന്നത് ഉറപ്പായിട്ടും കാക്കിയിടാൻ യോഗ്യത ഉണ്ടെന്നാ. നന്ദൂട്ടിന് ഇഷ്ടപ്പെട്ട ജോലിയല്ലേ. ഏതു സമയം പോലീസിനെ അല്ലേ നീ സങ്കല്പിച്ച് നടക്കുന്നത്. അപ്പൊ പിന്നെ പോകത്തില്ലേ? അത് പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാക്കിയിടുന്നത് നല്ലതാ. അതിന്റെ ഒരു പ്രൊട്ടക്ഷനും കൂടി ഉണ്ടാവൂല. അത് ശരിയാ. തെറ്റ് കാണുമ്പം എടുത്തു ചാടി ഓരോന്ന് കാണിക്കുന്നതും ചെയ്യുന്നതും നിന്റെ സ്വഭാവം ഉണ്ടല്ലോ, അതൊന്നും നീ മാറ്റി വെച്ചേക്കണം. ദേ, ആളും തരവും കണ്ടിട്ടേ എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കാൻ പാടുള്ളൂ. അത് നീ സൂക്ഷിക്കണം. രാഷ്ട്രീയക്കാരും പണവും പ്രതാവും ഉള്ളവരെയൊക്കെ പിണക്കിയാലേ പിടിച്ചു നിൽക്കാൻ ഭയങ്കര പാടാ ഈ ഫീൽഡില്. ഓ, എത്ര കാലം ജീവിക്കണമെന്ന് ഞാൻ പ്ലാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. തെറ്റ് കണ്ടാൽ ഞാൻ പ്രതികരിക്കും. എന്ന് വെച്ച് അച്ഛനമ്മമാർക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ മക്കൾക്ക് ഒരു ആപത്തും ഉണ്ടാകാൻ പാടില്ല. ഏതൊരു മാതാപിതാക്കളും അതല്ലേ മോളെ ചിന്തിക്കുന്നത്. അതല്ലേ ഈ അച്ഛനും അമ്മയും ഒക്കെ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. ദേഷ്യം വന്നാൽ നീ പിന്നും ഒന്നും നോക്കത്തില്ല. ഒരു പോലീസ് ഓഫീസർക്ക് കുറച്ച് ക്ഷമയൊക്കെ വേണം. അത് നിനക്കറിയാമോ? അത് പിന്നെ നയന ചേച്ചിക്കും അച്ഛനും ഇഷ്ടമല്ലായിരുന്നു ഞാൻ പോലീസ് ഓഫീസർ ആകുന്നത്. അതുകൊണ്ടാ ഒന്ന് തണുത്തു പോയത്. എന്നാ ഞാൻ കരാട്ട ക്ലാസ് ചേർന്നപ്പോ തന്നെ എന്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു പോലീസ് യൂണിഫോം ഒക്കെ ഇട്ട് വെലസ് ഇങ്ങനെ വരുന്നതൊക്കെ. അതൊക്കെ ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട്. എന്തായാലും അതിനുള്ള ഒരു അവസരമാണല്ലോ ഇപ്പൊ വന്നിരിക്കുന്നത്. ഇനി എന്തായാലും ഞാനത് വേണ്ടാന്ന് വെക്കുന്നില്ലമ്മേ. അത് ഞാൻ അങ്ങ് നടപ്പിലാക്കാൻ പോവാ. ഒരു പോലീസ് അത് ഈ കുടുംബത്തിൽ ഇപ്പൊ അത്യാവശ്യമാ. അത് ഞാനാകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ നല്ലതാ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ നയനയും ആദർശും കൂടെ വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ് രണ്ടുപേരും ഉള്ളത്. അങ്ങനെ ആദർശ് പറയാ, നവ്യയുടെ 5ാം മാസത്തിലെ ചടങ്ങായിപ്പോയി. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം കൂടെ അടിച്ചു പൊളിക്കായിരുന്നു. നിനക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ? ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാല് ഉണ്ടായിരുന്നു. ജീവിതത്തില് ആദ്യമായിട്ടാണല്ലോ ഞാൻ ഇങ്ങനെ ഒരു യാത്ര പോകുന്നത്. മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, കോളേജിൽ പഠിക്കുന്ന സമയത്തൊന്നും ടൂറൊന്നും പോയിട്ടില്ല ഞാന്. അന്നൊക്കെ വീട്ടില് ഒതുങ്ങിക്കൂടി. അച്ഛനെ ബുദ്ധിമുട്ടിക്കുന്നതേ ഇഷ്ടമല്ലായിരുന്നു. ഞാൻ മാത്രല്ല, നന്ദു അങ്ങനെ തന്നെ ആയിരുന്നു. ആകെ പോയിട്ടുള്ളത് നവ്യേച്ചി മാത്രമാ, അതും എവിടെയെങ്കിലും. അത് പിന്നെ അവൾക്ക് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് അറിയത്തില്ലായിരുന്നല്ലോ. അതും ഒരു കണക്കിന് ശരിയാ. ഇപ്പോഴല്ലേ ചേച്ചിയുടെ സ്വഭാവത്തിന് മാറ്റമൊക്കെ വന്നത്. പിന്നെ നടക്കാതെ പോയ ആഗ്രഹങ്ങളെല്ലാം നടക്കും നയന. നമ്മള് ഇനി ഫോറിൻ കൺട്രീസിലൊക്കെ യാത്ര പോവും. ബിസിനസിന്റെ ആ ഒരു ഇതായിട്ട് ഒരുപാട് യാത്രകളൊക്കെ വരാറുണ്ട്. നമുക്ക് അവിടെ പോയി 1-2 ആഴ്ച താമസിച്ചിട്ട് തിരിച്ചു വന്നാൽ മതി. അവിടെ പോയി നമുക്ക് അടിച്ചു പൊളിക്കണം. ഇനിയിപ്പൊ അതിന് തടസ്സമൊന്നും ഉണ്ടാവില്ലല്ലോ. എന്നാലും അമ്മയ്ക്ക് വന്ന മാറ്റമാ എനിക്ക് അത്ഭുതം തോന്നുന്നത്. അതെ, ഈ രോഗമേ മനുഷ്യന്റെ ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും കീഴ്പ്പെടുത്താറുണ്ട്. അതങ്ങനെയാ. രോഗം വന്നതിൽ പിന്നെ അമ്മയ്ക്ക് നല്ല മാറ്റം വന്നു. അമ്മയ്ക്ക് വലിയൊരു അസുഖം വന്നപ്പോഴല്ലേ നമ്മള് ജീവിക്കാൻ വേണ്ടി ജീവിക്കാൻ അവസരം ഉണ്ടാക്കി തന്നത്. അത് എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, അത് ആദർശേട്ടനോടുള്ള സ്നേഹം കൊണ്ടാ. അമ്മ നല്ലൊരാളാ. നീ എന്റെ ഭാര്യയായത് ഞാൻ പോലും ഇഷ്ടപ്പെടാതെയാ. അത് യാദൃശികമായിട്ട് സംഭവിച്ചതാണല്ലോ. അമ്മയും ഒരു സ്ത്രീ അല്ലേ, അമ്മയ്ക്കും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ. എനിക്ക് പോലും അത് ഉൾക്കൊള്ളാൻ അന്ന് കഴിഞ്ഞില്ല. പിന്നെ അമ്മേനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നയന എന്നിങ്ങനെ നയനോട് പറയാണ് കേട്ടോ. എന്നിട്ട് ആദർശ് പറഞ്ഞു, എങ്കിലും നീ പേടിക്കൊന്നും വേണ്ട, എല്ലാം സാവകാശം മാറും. ഇനി അമ്മ പൂർണ്ണമായിട്ട് മാറുന്ന എപ്പോഴാണെന്ന് നിനക്കറിയാമോ? നമുക്കൊരു കുഞ്ഞ് ജനിച്ച ശേഷം അമ്മ പൂർണ്ണമായിട്ട് മാറി നിന്നെ സ്നേഹിക്കാൻ തുടങ്ങും. ഇനിയിപ്പൊ അതിന് വലിയ താമസമൊന്നും ഉണ്ടാവില്ലല്ലോ. നമ്മുടെ പ്രതീക്ഷ അനുസരിച്ച് ചിലപ്പോൾ ഉടനെ തന്നെ ഒരു കുഞ്ഞ് ജനിക്കാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ നയനയ്ക്ക് ചെറിയൊരു നാണമൊക്കെ വരികയാണ് കേട്ടോ. അവരിങ്ങനെ യാത്ര പൊക്കോണ്ടേ ഇരിക്കുകയാണ്. വീട്ടിലേക്കാണ് കേട്ടോ, നമ്മുടെ അനന്തപുരി തറവാട്ടിലേക്ക് തന്നെയാണ് അവർ ചെല്ലുന്നത്. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ ജലജനെയും അതുപോലെ നമ്മുടെ മുത്തശ്ശിനെയാണ്. അങ്ങനെ ജലജ പറയുക, എനിക്ക് ജന്മം നൽകിയവര് എന്നെ
ഉപേക്ഷിച്ച് കളഞ്ഞപ്പം എനിക്ക് ആശ്രയമായത് നിങ്ങളാണല്ലോ. അതെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? അത് പിന്നെ ഞാൻ ആ സമയത്തൊക്കെ ഒരുപാട് സന്തോഷിച്ചിരുന്നു. ഇത്രയും വലിയ തറവാട്ടില് എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ലേ. പിന്നെ എന്റെ വളർത്തച്ഛനും വളർത്തമ്മയും ചെയ്യുന്നതൊക്കെ ഒരു പുണ്യപ്രവൃത്തിയായിട്ടാ എനിക്ക് തോന്നിയത്. പക്ഷെ ഇപ്പൊ ആകെ കൂടിയെല്ലാം തകിടം മറിഞ്ഞ അവസ്ഥയാ. അതെ, തകിടം മറിയാതെ ഇരിക്കണമെങ്കിലേ നിന്റെയും നിന്റെ മോന്റെയും മനസ്സ് നന്നായിട്ടിരിക്കണം, ഇല്ലെങ്കിൽ എല്ലാം തകിടം മറിയും. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ അനന്തപുരി തറവാട്ടിൽ ഒരു കാർ വന്ന് നിൽക്കുന്നത്. നമ്മുടെ ആദർശ നയനയും വരുവാണ് കേട്ടോ. ദേവയാനി ഇത് ഏറ്റവും മുകളിൽ നിന്ന് ഇങ്ങനെ കാണുമായിരുന്നേ. ദേവയാനി അല്ല, സോറി, നമ്മുടെ നവ്യ കേട്ടോ കാണുന്നത്. അപ്പൊ നവ്യ ഇവരെ കണ്ടത് ഓടി താഴേക്ക് ഇറങ്ങി വരികയാണ്. അപ്പൊ കുറച്ച് 2-3 ദിവസം ആയല്ലോ പോയിട്ട്. അപ്പൊ ഏതായാലും ചേച്ചിനെ കണ്ടതിന്റെ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ. അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങിയതും ആദർശ് നയനോട് ചോദിച്ചു, എന്തു പറ്റി നിന്റെ മുഖത്തൊരു നാണം? ഹേയ് ഒന്നുമില്ല എന്നിങ്ങനെ പറയാണ്. ഈ ഒരു സമയത്താണ് സ്റ്റെപ്പ് ഇറങ്ങി ഓടി വരുന്നത് നമ്മുടെ നവ്യ. അപ്പോഴത്തേക്കും മുത്തശ്ശി ഇത് കണ്ടിട്ട്, ഇത് എന്തൊരു വരവാ മോളെ, ഈ സമയത്ത് ഇങ്ങനെയൊക്കെ സ്റ്റെപ്പ് ഇറങ്ങി വരാൻ പറ്റുമോ? അയ്യോ, സൂക്ഷിച്ച് നടക്കണ്ടേ. അപ്പം ജലജ പറഞ്ഞു, അവളെ പോലെ എല്ലാം തികഞ്ഞൊരു കുഞ്ഞായിരിക്കും അവളുടെ വയറ്റിലുള്ളത്, അതുകൊണ്ടേ അതിന് കുഴപ്പമൊന്നും വരത്തില്ല. അതൊന്നും അല്ല, ദേ മുത്തശ്ശി ആദർശമായിട്ട് നയനിയും വരുന്നു, അതിന്റെ സന്തോഷത്തിൽ ഞാൻ ഇറങ്ങി വന്നാന്ന് പറഞ്ഞു. അങ്ങനെ നേരെ അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവര് അകത്തേക്ക് കയറി വരികയാണ് കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശി ചോദിച്ചു, യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അത് നന്നായിട്ടുണ്ടായിരുന്നു മുത്തശ്ശി, ഒരു പ്രശ്നമില്ലായിരുന്നു. അതിന്റെ ഒരു മാറ്റമൊക്കെ നയനമോളുടെ മുഖത്ത് കാണുന്നുണ്ട്. എന്ന് വെച്ചാ ജീവിതത്തിൽ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു യാത്രയൊക്കെ ഇവള് പോകുന്നത് എന്നിങ്ങനെ ജലജ പറഞ്ഞു. അപ്പോഴത്തേക്ക് നവ്യ പറഞ്ഞു, അവസരം കിട്ടിയാലല്ലേ പോകാൻ പറ്റത്തുള്ളൂ. ഏതായാലും ഇവക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ, അവസരം ഉണ്ടായല്ലോ. അമ്മയുടെ മോന്റെ ഭാര്യയായിരിക്കുന്നിടത്തോളം കാലം എനിക്കതൊന്നും കിട്ടാത്തതാ. അതെ, നിന്നെ കൊണ്ടുപോയി ലോകം ചുറ്റിക്കണമെന്ന് എന്റെ മകന് തോന്നണമെങ്കിൽ നീ അതുപോലെ സ്നേഹിക്കണം. പിന്നെ അതെ അതെ, നീ കാരണമുണ്ടല്ലോ എന്റെ മകൻ ഈ വീട്ടിലേക്ക് വരുന്നത് പോലും ഇഷ്ടമല്ല. അപ്പോഴത്തേക്ക് മുത്തശ്ശി പറഞ്ഞു, അത് പണ്ടും അവൻ അങ്ങനെ ആണല്ലോ, വീട്ടിലേക്ക് വരാനേ അവന് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നല്ലോ. പിന്നെ അവന്റെ മുത്തശ്ശനെ പേടിച്ചിട്ടല്ലേ അവൻ പലപ്പോഴും സമയത്ത് വന്നോണ്ടിരുന്നത്. എന്തിനാ ജലജ നീ ഇങ്ങനെ വെറുതെ ഓരോന്ന് പറഞ്ഞ് നീ തന്നെ തരം താഴുന്നത്? നിനക്ക് മിണ്ടാതിരിക്കത്തില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഈ സമയത്താണ് നമ്മുടെ ദേവയാനി വരുന്നത് കേട്ടോ. ദേവയാനി ഇവരെ കണ്ടത് വലിയ സന്തോഷത്തോടു കൂടി വരികയാണ്. പക്ഷെ മുഖത്ത് ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ ആദർശ നമ്മുടെ ദേവയാനിനെ കണ്ടതും പറഞ്ഞു, അതെ ഞങ്ങൾ എത്തിയമ്മേ, അതും നവ്യയുടെ 5-ാം മാസത്തിൽ ചടങ്ങുള്ളത് കൊണ്ടാ ഞങ്ങൾ നേരത്തെ വന്നത്. അല്ല, യാത്രക്കിടയിൽ മോന് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ? ഒരു കുഴപ്പം ഉണ്ടായില്ല, ഞങ്ങൾ സേഫ് ആയിട്ട് ഇവിടെ എത്തിയല്ലോ. കുറെ നാളായിട്ട് ഓരോ പ്രശ്നങ്ങളിൽ പെട്ടുകിടക്കല്ലായിരുന്നോ, അതിൽ നിന്ന് സത്യം പറഞ്ഞ ഒരു റിലീഫ് കിട്ടിയെന്ന് വേണം പറയാന്. അപ്പം ജലജ പറഞ്ഞു, എന്ന് വെച്ചാലേ ഈ വീട്ടില് ശ്വാസമുട്ടലിൽ നിന്ന് 1-2 ദിവസത്തേക്ക് രക്ഷപ്പെട്ടെന്നാണ് ഏടത്തിയുടെ മോൻ പറഞ്ഞത്. അപ്പം മുത്തശ്ശി പറഞ്ഞു, എന്ത് പറഞ്ഞാലും ജലജെ നീ ഏതെങ്കിലുമൊക്കെ അർത്ഥം കണ്ടെത്തൂലോ അതിന്. എന്താ ജലജ ഇത്, നീ മിണ്ടാതിരിക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ ആദർശ ദേവയാനിയോട് പറഞ്ഞു, ദേ അമ്മേ, ഞങ്ങളെ വരുന്ന വഴിക്കേ ഒരു സാരി മേടിച്ചു അമ്മയ്ക്ക്, ഇന്നാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനിക്ക് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ദേവയാനി ചോദിച്ചു, അല്ല ഇത് നിന്റെ സെലക്ഷൻ ആണോ എന്ന് ചോദിച്ചു നയനയോട്. അപ്പം നയന പറഞ്ഞു, അതെ അമ്മേ. അപ്പോഴത്തേക്കും ആദർശ് പറഞ്ഞു, അതെ ദേ ഞാനൊരു കാര്യം പറയട്ടെ, ഇവള് വെറുതെ പറയുന്നതാ, ഈ സാരി മുഴുവൻ എന്റെ സെലക്ഷനാ, ഇവക്ക് ഒരു പങ്കുമില്ല. എങ്കിൽ കൊള്ളാം, ഏതായാലും വാ ഭക്ഷണം കഴിക്കാം, നീ കുളിച്ചൊരുങ്ങി വാ, കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ. അപ്പൊ മുത്തശ്ശി പറഞ്ഞു, ഇതെന്താ നീ ആദർശിനെ മാത്രം വിളിക്കുന്നത്, അവളെയും കൂടെ വിളിക്കത്തില്ലേ? അത് പിന്നെ അവളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ, നീയും കൂടെ വാ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. ദേഷ്യപ്പെട്ടല്ല, മുഖം ഏതാണ്ട് വളിപ്പിച്ചു വെച്ച് പറയുന്ന പോലെ അങ്ങ് പറഞ്ഞു. ഏതായാലും ഇത് കഴിഞ്ഞ് നമ്മുടെ ആദർശ നയനെ അങ്ങ് ഫ്രഷ് ആകാൻ വേണ്ടി പോവുകയാണ്. ഈ സമയത്ത് ജലജ പറയുക, സാരി സെലക്ട് ചെയ്തത് അവനാന്ന് പറഞ്ഞതേ സത്യമായിരിക്കത്തില്ല, ഇത് അവള് തന്നെ സെലക്ട് ചെയ്തതാ. അതെ, അവള് ആദ്യം തന്നെ പറഞ്ഞില്ലേ അവളാ അത് സെലക്ട് ചെയ്തതെന്ന്, അവളാണല്ലോ വലിയ ഡിസൈനർ. അപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി പറയാ, അതുകൊണ്ട് നീ എന്താ നിനക്ക് തരണമെന്നാണോ പറഞ്ഞു വരുന്നത്? ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചില്ല. അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക, നീ അങ്ങനെ ഉദ്ദേശിച്ചാലും ജലജയ ഇത് നിനക്ക് ഞാൻ തരാൻ പോകുന്നില്ല, ഇതെന്റെ മരുമോള് സെലക്ട് ചെയ്തതാ എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചു. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ നയനയാണ് കാണിക്കുന്നത്. നയന ആദർശനോട് പറയുക, നമ്മള് വേറെ ആർക്കും ഡ്രസ്സൊന്നും മേടിച്ചില്ലല്ലോ, അത് പ്രശ്നമാവോ? അതൊന്നും വേണ്ട, ഇപ്പൊ തന്നെ മുത്തച്ഛനും മുത്തശ്ശിക്കും ഒരുപാടുണ്ടെന്നാ പറയുന്നത്, അതുകൊണ്ട് ഇനിയിപ്പൊ അവർക്കൊന്നും വേണ്ട. അല്ല, നമ്മുടെ നവ്യക്ക് മേടിച്ച സാരി എന്താ നീ കൊടുക്കാത്തത്? അത് പിന്നെ 5-ാം മാസത്തിലെ അവൾക്ക് വില കൂടിയ സാരിയല്ലേ മേടിച്ചത്, അപ്പൊ പിന്നെ അതിൻ്റെതായ സമയത്ത് കൊടുക്കാം. അതെ, ഞാനൊരു കാര്യം പറയട്ടെ നയനെ, നീ സെലക്ട് ചെയ്തതാ ആ സാരി എന്ന് അറിഞ്ഞെങ്കിൽ ചിലപ്പോ അമ്മ മേടിക്കില്ലായിരുന്നു, അതുകൊണ്ടല്ലേ
ആദർശേട്ടൻ മാറ്റി പറഞ്ഞത്. ഏതായാലും ആദർശേട്ടൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ആ സാരി ഉടുത്തോളൂ. അല്ല, ഇനി അമ്മയ്ക്ക് ആ സാരി കാണുമ്പോൾ അങ്ങനെ തോന്നുമായിരിക്കും നയന? അത്രയ്ക്ക് അമ്മയുടെ കളറിന് ചേരുന്ന സാരിയാ നീ സെലക്ട് ചെയ്തത്. നീ ഡിസൈനർ ആയോണ്ട് നിനക്ക് സെലക്ഷൻ ഒക്കെ നന്നായിട്ടുണ്ടെന്ന് അമ്മയ്ക്ക് അറിയുകയും ചെയ്യാം. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ദേവയാനിയെ കാണിക്കാണ് കേട്ടോ. ദേവയാനി ആണെങ്കിൽ സാരിയൊക്കെ എടുത്ത് വളരെ സന്തോഷത്തോടു കൂടി പോവുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ദേവയാനി കേട്ടോ നമ്മുടെ ആദർശ് നയനയും കൂടെ സാരി സെലക്ട് ചെയ്ത കാര്യമൊക്കെ പറയുന്നത്. നമ്മുടെ നയന തന്നെയാണ് സാരി സെലക്ട് ചെയ്തത് എന്ന് അവരിപ്പോ സംസാരിച്ചത് നമ്മുടെ ദേവയാനി കേട്ടു. അത് കേട്ടിട്ട് കുറച്ചും കൂടെ സന്തോഷത്തോടു കൂടിയാണ് റൂമിലേക്ക് ആ സാരി ആയിട്ട് പോകുന്നത്. പിന്നെ ആദർശ് നയനോട് പറയാ, നമ്മൾ യാത്ര തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഇനി ഒരുപാട് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യണം. സത്യം പറയാലോ, കുടുംബജീവിതം തുടങ്ങേണ്ടത് ഇങ്ങനെയൊക്കെയാ. രണ്ട് സാഹചര്യത്തിൽ നിന്ന് വരുന്നവരാണല്ലോ കല്യാണത്തിലൂടെ ഒന്നിക്കുന്നത്. അവര് ഇതുപോലെ ഇണങ്ങിയും പിണങ്ങിയും പരസ്പരം അറിഞ്ഞിട്ടൊക്കെ വേണം ജീവിതത്തിലേക്ക് കടക്കാന്. അപ്പോഴാണ് ഒരു പ്രത്യേക ഒരു ഫീലിങ്സ് ഉള്ളത്. അത് പിന്നെ നമ്മുടെ സാഹചര്യം അതായതുകൊണ്ടല്ലേ ഇത്രയും ദിവസം കാത്തിരിക്കേണ്ടി വന്നത്. അത് നന്നായി പോയെന്ന നയന ഞാൻ പറഞ്ഞത്. ഇനിയേ വിഷുവിന് നമുക്കൊരു യാത്ര പ്ലാൻ ചെയ്യണം. അന്ന് വീട്ടിലുള്ള എല്ലാവരെയും കൂട്ടി വേണം നമുക്ക് യാത്ര പോകാൻ. മുത്തശ്ശനും മുത്തശ്ശിയും പോണെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ടേക്ക് ഒരു യാത്ര. നിന്റെ അഭിപ്രായം എന്താ? എല്ലാ ആദർശേട്ടന്റെ ഇഷ്ടം പോലെ, എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ലെന്ന് ആദർശേട്ടനെ അറിയാലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്ന ആ ഒരു സീനാണ് പിന്നെ കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് ദേവയാനി സാരിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് നോക്കി ആസ്വദിച്ച് നിൽക്കുകയാണ് കേട്ടോ കണ്ണാടിയുടെ മുമ്പിൽ. ഒരുപാട് സന്തോഷമായി. അത് കഴിഞ്ഞ് പിന്നെ പോകുന്നത് നമ്മുടെ നയന നവ്യയുടെ റൂമിലേക്കാണ്. അങ്ങനെ നവ്യയുടെ റൂമിലേക്ക് ചെല്ലുകയാണ്. അപ്പോഴത്തേക്ക് നവ്യ ആണെങ്കിൽ സാരിയൊക്കെ ഇങ്ങനെ റെഡിയാക്കി നിൽക്കുന്നു. അതുപോലെ തന്നെ സൗന്ദര്യമൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കണ്ണാടിയിൽ. അപ്പോഴത്തേക്ക് സാരി ആയിട്ടാട്ടോ അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പൊ പെട്ടെന്ന് നയന ചോദിച്ചു, അല്ല ഈ സാരിയാണോ ഇന്ന് ചേച്ചി ഉടുക്കുന്നത്? അതെ, ഇത് ഉടുക്കാന്നാ വിചാരിച്ചത്. അല്ലേ, ദേ ഞാനൊരു കാര്യം പറയാം, ഈ സാരി ഉടുക്കണ്ട. ആദർശേട്ടൻ ചേച്ചിക്ക് ഒരു സാരി മേടിച്ചിട്ടുണ്ട്, അത് ഉടുത്താ മതി. നീ നോക്കാൻ പറഞ്ഞു കൊടുക്കാണ് കേട്ടോ. എന്നിട്ട് നയന പറഞ്ഞു, ആദർശേട്ടനെ മേടിച്ചെങ്കിൽ സെലക്ഷൻ എന്റേതാണ് കേട്ടോ, എങ്ങനെയുണ്ട്? അപ്പോഴത്തേക്ക് പെട്ടെന്ന് സാരി കണ്ടതും, അയ്യോ ഇതിന് വലിയ വിലയായി കാണൂലോ. വിലയൊന്നും നോക്കിയില്ല, ഈ സാരി എനിക്ക് ഇഷ്ടപ്പെട്ടു, ആദർശേട്ടനും ഇഷ്ടപ്പെട്ടു, ഇത് ഞങ്ങൾ അങ്ങ് മേടിച്ചു. വില കൂടുതലാണെന്ന് പറഞ്ഞിട്ടും ആദർശേട്ടൻ കേട്ടില്ല. ആദർശേട്ടൻ പറഞ്ഞു, 5-ാം മാസത്തിലെ ചടങ്ങല്ലേ, ഇന്നത്തെ ദിവസം ചേച്ചി ഈ സാരി കൊടുത്ത് വരണമെന്ന ആദർശേട്ടന്റെ ആഗ്രഹം, അതങ്ങ് സാധിച്ചു കൊടുക്ക. അത് സാധിച്ചു കൊടുക്കണ്ടേ? അപ്പൊ ആ സാരി നോക്കിയിട്ട് ചെറിയ സങ്കടത്തോടു കൂടി ഇങ്ങനെ നിൽക്കാണ് കേട്ടോ നമ്മുടെ നവ്യ. അപ്പോഴത്തേക്കും നയന് ചോദിച്ചു, എന്താ ചേച്ചിക്ക് പറ്റിയത്? എന്താ ചേച്ചിയുടെ കണ്ണൊക്കെ നിറഞ്ഞല്ലോ? അത് പിന്നെ എന്താ എന്താ ഞാൻ പറയുക മോളെ, ഇങ്ങനെ ഒരു നല്ല ദിവസമായിട്ട് എന്നെ ഒന്ന് പുറത്തേക്ക് അഭി കൊണ്ടുപോയില്ല. എനിക്ക് നല്ലൊരു സാരി മേടിച്ചു തന്നില്ല. പോട്ടെ, ഒന്ന് സമാധാനിപ്പിച്ചിട്ട് പോലുമില്ല. ആ സമയത്ത് അവന്റെ ഏട്ടനാണല്ലോ അതൊക്കെ തോന്നിയെന്ന് ഓർത്തിട്ടാ. എന്തായാലും ചേച്ചിയുടെ ആഗ്രഹം സാധിച്ചല്ലോ, പിന്നെ എന്തിനു ചേച്ചി കരയണത്? എന്റെ ആഗ്രഹങ്ങൾ ആദർശേട്ടനല്ലല്ലോ സാധിച്ചു തരേണ്ടത്, അവനല്ലേ സാധിച്ചു തരേണ്ടത്. അവനല്ലേ എന്റെ ഭർത്താവ്. അതെ, അവന് സ്വന്തം കുഞ്ഞിനെ കുറിച്ച് പോലും ചിന്തയില്ലല്ലോ, പിന്നെ എങ്ങനെയാ അവൻ ഇങ്ങനെയൊക്കെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരുന്നത്? ചിലപ്പോൾ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാലേ അവന്റെ ഈ സ്വഭാവത്തിനൊക്കെ മാറ്റം വന്നേക്കും. ഒരിക്കലും ഇല്ല നയനെ, ആ കുഞ്ഞ് ജനിക്കരുതെന്ന അവൻ ആഗ്രഹിക്കുന്നത്, അവൻ അങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്. നീ ഭാഗ്യവതിയാ മോളെ, ഈ കുടുംബത്തോട് മുഴുവൻ സ്നേഹമുള്ള ഒരാളെയല്ലേ നിനക്ക് കിട്ടിയത്, നന്മയുള്ള ഒരാളെയല്ലേ. നിന്നെ സ്നേഹിച്ചു തുടങ്ങിയതിൽ പിന്നെ മറ്റാരെക്കാളും പ്രാധാന്യം നൽകുന്നത് നിനക്ക് തന്നെയാ. അതുകൊണ്ട് നീ ഭാഗ്യമുള്ള പെൺകുട്ടി തന്നെയാ. നീ നിന്റെ അമ്മായിയമ്മയ്ക്ക് കരള് ദാനം നൽകിയ ശേഷം ആ സ്നേഹത്തിന്റെ അളവ് 1000 മടങ്ങായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അതിനൊരിക്കലും ഒരു കുറവും ഇനി സംഭവിക്കില്ല. കുറച്ചു കാലം ജീവിച്ചാൽ മതി, അത്രയും കാലം സ്നേഹിച്ച് ജീവിക്കാൻ കഴിയണം. അങ്ങനെയല്ലേ വേണ്ടത്? നമ്മുടെ കൂടെ കഴിയുന്ന ആളുടെ സ്നേഹവും സംരക്ഷണവും ഒക്കെ നമുക്ക് കിട്ടണം. എങ്കിലല്ലേ ജീവിതത്തിനൊരു എന്താ പറയുക, നമുക്ക് ജീവിതത്തിനൊരു ആസ്വാദനം അല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാകത്തുള്ളൂ. ദേ, നീ ഇങ്ങനെയൊന്നും ചിന്തിക്കല്ലേ ചേച്ചി, ഇങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. ഞാനും ആദർശേട്ടനും തമ്മിൽ കീരിയും പാമ്പും ആയിരുന്നുവല്ലോ. ഞങ്ങളുടെ ഇടയിലെ പ്രശ്നങ്ങളൊക്കെ മാറിയില്ലേ? അങ്ങനെ മാറിയെങ്കിലേ ആദർശൻ ഒരു മനുഷ്യനായതുകൊണ്ടാ. ഇവനെ ഇങ്ങനെയല്ല, ഭഗവാനോട് പോലും നന്ദികേട് കാണിക്കുന്നവനാ. അവന്റെ ശബരിമല പോക്ക് മുടങ്ങിയതും അതുകൊണ്ട് തന്നെയാണെന്ന് നയനെ നിനക്കറിയാലോ. അവനെ പ്രോത്സാഹിപ്പിക്കാൻ ഒരു അമ്മയുണ്ട് അവന്. ഇന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ആള് വരുന്നുണ്ടെന്നറിഞ്ഞ് അവർക്ക് വേണ്ട പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കിയത് ആദർശേട്ടന്റെ അമ്മയാ. അവിടേക്കൊന്ന് തിരിഞ്ഞു പോലും എന്റെ അമ്മായിയമ്മയെന്ന് പറയുന്നവര് നോക്കിയിട്ടില്ല, അറിയാമോ? ആ അമ്മയുടെ ഗുണങ്ങൾ തന്നെയാ ചേച്ചി മോനും കിട്ടിയിരിക്കുന്നത്. അതെ, എല്ലാം എന്റെ തെറ്റ് തന്നെയാ. തലയ്ക്ക് വെളിവില്ലായിരുന്ന സമയത്ത് ഒരു ദുഷ്ടനെ കയറി പ്രേമിച്ചു, അതിനുള്ള ശിക്ഷയാ എനിക്ക് കിട്ടിയത്. അതിന് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതിനെ അങ്ങനെയുള്ള അഭിയെ മാറ്റിയെടുക്കുന്നതില ചേച്ചിയുടെ മിടുക്ക്. നിന്നെ കൊണ്ട് അതിന് കഴിഞ്ഞു. അതിന്റെ കാരണവും ഞാൻ പറഞ്ഞല്ലോ. ആദർശൻ ഒരു മനുഷ്യനാ, നല്ല മനസ്സിന്റെ ഉടമയാ. ഇവനെ അങ്ങനെയല്ല, പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ എന്താ ചെയ്യേണ്ടത്?
ചേച്ചി വിഷമിക്കണ്ട. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ചേച്ചിക്കും കുഞ്ഞിന് തുണയായിട്ട് ഞാനും ആദർശേട്ടനും മുത്തച്ഛനും മുത്തശ്ശിയൊക്കെ ഉണ്ടല്ലോ. അതെനിക്കറിയാം മോളെ. ആ ഒരു പ്രതീക്ഷയില ഞാനിപ്പം ജീവിക്കുന്നത്. ആരെന്നെ കൈവിട്ടാലും നിങ്ങൾ എന്നെ കൈവിടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ ഒരു വിശ്വാസമുണ്ട്. അല്ല, പെട്ടെന്ന് നീ സാരി കൊടുത്തേ. അച്ഛനും അമ്മയും വരുമ്പോൾ നീ സുന്ദരി കുട്ടിയായിട്ട്, ചേച്ചി സുന്ദരി കുട്ടിയായിട്ട് നിൽക്കാൻ നോക്ക്. ഇടയ്ക്ക് ഞാൻ വന്ന് മേക്കപ്പ് ഇട്ട് തരാം കേട്ടോ. ഈ സാരി പെട്ടെന്ന് കൊടുത്തേ എന്ന് പറഞ്ഞ് ആ സാരി കൊടുത്തിട്ട് നമ്മുടെ നയനി അങ്ങ് പോവുകയാണ് കേട്ടോ. കൂടുതൽ നേരം അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യയ്ക്ക് വിഷമാവും നയനയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ നയനി അങ്ങ് പോകുന്നത്. ഏതായാലും ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക, അടുത്ത വിശേഷവുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.